ജിഹാദോട് നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചിത്താരയ്ക്ക് മാത്രം എത്ര പേര് തിരിച്ചു കിട്ടി? 49 തിരിച്ചാണ് സമയത്തുള്ള ചരിത്രത്തിൽ കിടക്കുന്നത്. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയെങ്കിൽ ഇപ്പോൾ അതിന് എനിക്കറിയാം വേദനിക്കുന്ന അനുഭവം, എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ എനിക്ക് കിടക്കുന്നില്ല. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാറുള്ളത്, സാറന്മാരെ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിള്ളേരെ ഒന്നും പേടിപ്പിച്ചാലും നടക്കില്ല. സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിന് മയക്കുമരുന്നിനെതിരെ പോരാടുക. അതോടൊപ്പം ലൗകിക നിങ്ങളുടെ മനസ്സ്. പിന്നെ വേറൊരു വലിയ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലെന്ന്, ഈ ക്രിസ്ത്യാനിയത്തിന് ഒരു 25-30 പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു വയസ്സ് 25 ഇന്നലെ ആ 9:30 പോയത് തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ 25 വയസ്സിൽ ആ പെൺകുഞ്ഞിനെ പിടിച്ചു വെച്ചാൽ അത്രയ്ക്ക് അടി കൊടുക്കണ്ടേ? അതിനെ കെട്ടിച്ചുവിടാൻ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നമാണ്. നിങ്ങളോട് ക്ഷമിക്കണ്ടെന്ന് പറയുമ്പോൾ ഒരു 18-19 വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് 22-23 വയസ്സാകുമ്പോൾ കുഞ്ഞിനെ കെട്ടിച്ചുവിടണ്ടേ? ആ മര്യാദ കാണിക്കും. 25 വയസ്സാകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ സന്തോഷം, ആ ഒരു പെൺകുച്ചിനെ ആളുകളെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നില്ല. ഇത് റിയാലിറ്റിയാണ്, മനുഷ്യമായ ദൗർബല്യങ്ങളാണ്. ഇതറിയാതെ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം പെണ്ണുങ്ങൾ കഴിക്കുന്നില്ലല്ലോ, എന്താ കാര്യം? 18 തികയുമ്പോൾ പിടിച്ച് എത്തിക്കുക. നമ്മളോ ഒരു 28-29 ആയാലും പല ശമ്പളം കിട്ടുന്നതാണ് കെട്ടിക്കില്ല. അതിന്റെ ശമ്പളം ഇത് പോയിട്ട് കൂട്ടി എടുക്കാറുണ്ട്. അതാണ് പ്രശ്നം. നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ നിർബന്ധമായ ഒരു 24 വയസ്സിനകം ഒരു പെൺകുട്ടിയോടെ കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ട് കുഴപ്പമില്ല. അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കും. മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വളരെയേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. ഞാൻ സമയം 7 മിനിറ്റോളം നിർദ്ദേശിക്കുന്നത് ശരിയല്ലാത്തത് ചുരുക്കുകയാണ്. തീർച്ചയായിട്ടും അഭിയന്റെ പിതാവ് പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ, അതിനെതിരെയുള്ള പ്രവർത്തനം ഒരുമിച്ച് തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള നടപടിയിലേക്ക് ക്രൈസ്തവ സമൂഹം നീങ്ങിയാൽ അത് നന്നായി. ആ ക്രൈസ്തവ സമൂഹത്തോടൊപ്പം ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അവരെ അകറ്റി നിർത്തുന്നവരല്ല, അവരെ കൂടി യോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോലും നിങ്ങൾ മേടിക്കുന്നുണ്ട്, അവരെ കൂടെ നമ്മോടൊപ്പം നിർത്തണം. അതല്ലാതെ ഇനി ഇന്ത്യ മഹാരാജ്യത്തെ രക്ഷപ്പെടുകയല്ല. പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഈ രാജ്യപ്പെട്ടക്കാരനാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ, സമൂഹത്തെ രക്ഷപ്പെടണമെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ കൂടി നമ്മോടൊപ്പം സഹകരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ നന്നായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിൽ വരുന്നെങ്കിലും സമയക്കുറവ് മറ്റു സ്ഥലത്തേക്ക് കിടക്കാം. നിങ്ങളുടെ പ്രവർത്തകർ നന്നായി പോട്ടെ. അഭിനന്ദ പിതാവ് വിളിച്ചുകൊണ്ട ഈ സമ്മേളനം വളരെ വിജയകരമായി കാണുന്നതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. നമ്മുടെ വലിയ അച്ഛന്മാരെല്ലാവരും ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാ ആളും നിങ്ങളുടെ പേരുകളുടെ കാര്യം എല്ലാവരും വന്നിട്ട് എല്ലാവരും ഞാൻ അഭിനന്ദിക്കും. തീർച്ചയായും ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് മദ്യവും മയക്കുമരുന്നുമാണ്. അതുകൊണ്ട് മാത്രമാണോ നമ്മുടെ കേരളത്തിൻ്റെ പ്രശ്നം? ഞാനിപ്പോൾ കടന്നു വരുന്ന ഈരാറ്റുപേട്ടെന്നാണ് പറഞ്ഞ വെറുതെ. അവിടെ ഈരാറ്റുപേട്ട നടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടവസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുക. കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രം സ്ഫോടവസ്തുക്കളാണ്. അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം. അതിൻ്റെ വിശ്വാസം ഇവിടെ കിടക്കുന്നില്ല. ഇതെങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് രാവിലെ വയനാട്ടിൽ 14 വയസ്സുള്ള ഒരു പെൺകുഞ്ഞും 41 വയസ്സുള്ള ഒരു തൈക്കളവനും കൂടെ ആത്മഹത്യ ചെയ്തിപ്പോൾ വയനാട്ടിൽ വനത്തിലിറങ്ങിയ പെൺകുട്ടിയുടെ പ്രായം 14, കിളവൻ്റെ പ്രായം 41. പോരെ 15 ദിവസമായിട്ട് രണ്ടുപേരെ കാണാനില്ല. രാജ്യം മുഴുവൻ അന്വേഷിച്ചിരുന്ന് ഇന്ന് രാവിലെ ഒരു 10 മണിയായപ്പോൾ വനത്തിനകത്ത് തൂങ്ങി നിൽപ്പുണ്ട്. ഈ 2 വിഷയവും ചർച്ച ചെയ്യപ്പെട്ട പ്രശ്നം. ഇതെവിടെ പോയി നിൽക്കുന്നത് ഞാൻ ഓർക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവ് കൊറവങ്ങാട് പള്ളിയിൽ പ്രസംഗിച്ചു, നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും അപകടകരമാണ് മക്കളെ എന്ന് പറഞ്ഞു. എന്ത് പ്രപഞ്ചമായിരുന്നു കേരളത്തിൽ. കേരളം മുഴുവൻ കത്തിക്കുകയില്ലായിരുന്നു. അരമനയിലേക്ക് ആയിരങ്ങളാണ് ഈരാറ്റുപെട്ടതെന്ന് പ്രകടനമായി അരമനെ ആക്രമിക്കാൻ വന്നത്. നിങ്ങൾ പാലാക്കാടിക്ക് പരാതിയുണ്ട്. അവർ ആക്രമിക്കാൻ വന്നപ്പോൾ ഞാനവിടെ ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങിയാണ്. ഒരൊറ്റ പാലാക്കാരൻ സംരക്ഷിക്കാൻ വന്നില്ല.
ആ കാര്യം അവിടെ പറഞ്ഞില്ല ശരിയല്ലോ, ഓർക്കണം. അതുകൊണ്ടാണ് അതും കൂടെ പറയുക. ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നതാണ്. ഇത് വലിയ അപകടകരമായ നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആലോചിക്കാം. ഒരു കാര്യം ചെയ്യാം. ഇത് സ്കൂളിൽ നിന്നും നടക്കാല്ല. സ്കൂളിൽ സാറന്മാരിന് പകുതിയെ വരുന്നുള്ളൂ. സ്കൂളിൽ പിള്ളേർ ഇപ്പോൾ ഇല്ലെന്നായി. എത്ര സ്കൂൾ നടക്കണം. കുടുംബത്തിലേക്ക് പോകുക എന്നതാണ്. കുടുംബം അതാണ് വലുത്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ സന്ധ്യാപ്രാർത്ഥന മസ്റ്റായിട്ട് വേണം. സന്ധ്യാപ്രാർത്ഥന. ആ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചുണ്ടാവും. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ആ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങൾ ചർച്ച ചെയ്യും. നീ എവിടെ പോയി? അവൻ പറയണ കൊച്ച്, ഞാൻ ഇന്ന് ഈ പെണ്ണിനെ കണ്ടു, അല്ല ഞാൻ ഈ ചെറുക്കനെ കണ്ടു, അവൻ ഇന്നത് സംസാരിച്ചു, അവൻ്റെ വീട്ടിലെ കാര്യം ഇന്നതുണ്ട്, എന്ത് വായിക്കോട്ടെ. അപ്പനും അമ്മയും സൗമനസ്സത്തോടുകൂടി ആ കുഞ്ഞുങ്ങൾ പറഞ്ഞ് കേൾക്കാൻ സമയം കണ്ടെത്തുക. അങ്ങനെ പരസ്പരമുള്ള ചർച്ചയിലൂടെ മദ്യത്തിൻ്റെ ആസക്തി കൂടി രാജ്യത്തുണ്ടാകുന്ന അപകടങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് പറയുന്നുവെന്ന് അവർക്ക് ബോധ്യപ്പെടാതെ ഒരു സാഹചര്യത്തിലൂടെ കുഞ്ഞുങ്ങളെ മനസ്സിലേക്ക് അത് കടത്തിവിട്ട് അങ്ങനെ കുടുംബങ്ങളിലൂടെ മാത്രം പ്രചരണം നടത്തി മദ്യത്തിനെതിരായ പ്രചരണത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും എന്നാണ് എൻ്റെ വിചാരം.